ഗുഡ് മോർണിംഗ്. നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ ക്ലിനിക്കൽ പെത്തോളജിയാണ്. അപ്പോൾ നമ്മൾ OJTക്ക് പോയ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ക്ലിനിക്കൽ പെത്തോളജി ലാബ് എന്താണെന്ന്, അല്ലേ? അപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ആണ് ക്ലിനിക്കൽ പെത്തോളജി ലാബിൽ നമ്മൾ ചെയ്യുന്നത്. ബോഡി ഫ്ലൂയിഡ്സിൻ്റെ എക്സാമിനേഷൻ. ഏതൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ആണ് ചെയ്യുക? കോമൺ ആയിട്ടുള്ള യൂറിൻ ഉണ്ട്, സ്പ്യൂട്ടം, സ്റ്റൂൾ, സെമൻ, ക്യാവിറ്റി ഫ്ലൂയിഡ്സ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ബോഡി ഫ്ലൂയിഡ്സിൻ്റെ എക്സാമിനേഷനാണ്. എന്തിനാണിത് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ദ ഫിസിഷ്യൻ ഇൻ റീച്ചിങ് ദ ഏർലി ആൻഡ് ആക്യുറേറ്റ് ഡയഗ്നോസിസ്. ഓക്കെ, ഇനി ഏതൊക്കെ മെത്തേഡ്സിലാണ് ഇത് ചെയ്യുന്നത്? കോമൺ മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഫിസിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, മൈക്രോസ്കോപ്പി ആൻഡ് സിറോളജി. ഇതാണ് കോമൺ മെത്തേഡ്സ്. ഇനി ആദ്യത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറിനാണ്, യൂറിൻ അനാലിസിസ്. അപ്പോൾ യൂറിൻ എന്താണെന്ന് നമുക്കറിയാം, അല്ലേ? ഇറ്റ് ഈസ് ദ അൾട്രാ ഫിൽട്രേറ്റ് ഓഫ് ബ്ലഡ് എന്ന് പറയാം. അതായത് ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന ഇതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റാണ് യൂറിൻ. അപ്പോൾ ആരാണ് ഈ ഫിൽട്രേഷൻ ചെയ്യുന്നത്? കിഡ്നിയാണ്, അല്ലേ? കിഡ്നി ഡിസീസസിനെ റൂൾ ഔട്ട് ചെയ്യുക, അതുപോലെ ലിവർ ഡിസീസസ് എന്ന് കണ്ടുപിടിക്കുക, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, പാരസിറ്റിക് ഇൻഫെസ്റ്റേഷൻസ്, ഇതൊക്കെ യൂറിൻ അനാലിസിസ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഏതൊക്കെ തരത്തിലുള്ള സ്പെസിമെൻസ് ഉണ്ട്? യൂറിൻ സ്പെസിമെൻ എങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം? റാൻഡം സ്പെസിമെൻ ഉണ്ട്, 24 hour സ്പെസിമെൻ ഉണ്ട്, ഏർലി മോർണിംഗ് സാമ്പിൾ ഉണ്ട്. റാൻഡം സ്പെസിമെനും ഏർലി മോർണിംഗ് സാമ്പിളും നമുക്ക് ചെറിയ കണ്ടെയ്നേഴ്സ് മതി. നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ കണ്ടെയ്നേഴ്സ്, റെഡ് ക്യാപ്പുള്ള ചെറിയ കണ്ടെയ്നേഴ്സ്. 24 hour സ്പെസിമെൻ ആണെങ്കിൽ അതിന് കുറച്ച് വലിയ കണ്ടെയ്നർ വേണം, അല്ലേ? അപ്പുറത്ത് കണ്ടിരിക്കുന്ന ചിത്രത്തിലുള്ള ക്യാന് പോലെയുള്ള വലിയ കണ്ടെയ്നേഴ്സ്, അതായത് അബൌട്ട് 1 to 1.5 liters യൂറിൻ ഒരു ദിവസം ഒരു ഹെൽത്തി പേഴ്സണിന് പുറത്തു പോകും. അപ്പം അത്രയും എമൗണ്ട് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ കണ്ടെയ്നേഴ്സ് വേണം. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഈ കണ്ടെയ്നേഴ്സിനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത്? സ്റ്റെറൈലായിരിക്കണം, വൈഡ് മൗത്ത്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ 24 hour സ്പെസിമെൻ ആണെങ്കിൽ അതിൽ പ്രിസർവേറ്റീവ്സ് വേണം. പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയാണ്? യൂറിൻ പ്രിസർവേറ്റീവ്സ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടോളുവൈൻ ഉണ്ട്, അതുപോലെ കോൺസെൻട്രേറ്റഡ് HCl ഉണ്ട്, ബോറിക് ആസിഡ് ഉണ്ട്. ഇതൊക്കെ യൂറിൻ പ്രിസർവേറ്റീവ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് കണ്ടെയ്നേഴ്സ്. ഇനി അനാലിസിസ് ചെയ്യുമ്പോൾ എന്തൊക്കെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്? ഫിസിക്കൽ എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷൻ ആൻഡ് മൈക്രോസ്കോപ്പി. ഇങ്ങനെയാണ് 3 മെത്തേഡ്സ്. ഫിസിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? യൂറിൻ വോളിയം, കളർ, ഓർഡർ, റിയാക്ഷൻ, സ്പെസിഫിക് ഗ്രാവിറ്റി, ട്രാൻസ്പെറൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്കൽ എക്സാമിനേഷനിൽ വരുന്നതാണ്. ബയോകെമിക്കൽ എക്സാമിനേഷനിൽ പ്രോട്ടീൻസ്, ഷുഗേഴ്സ്, കീറ്റോൺ ബോഡി, ബൈൽ സോൾട്ട്, ബൈൽ പിഗ്മെൻറ്റ്, ബ്ലഡ്, ഇങ്ങനെയുള്ള കെമിക്കൽ പാരാമീറ്റേഴ്സൊക്കെയാണ് ബയോകെമിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ ചെയ്യുന്നത്. മൈക്രോസ്കോപ്പി ആണെങ്കിൽ അതിൽ സെൽസ്, യൂറിൻ സെഡിമെൻറ്റ്സ്, അല്ലേ? സെൽസ്, കാസ്റ്റ്, ക്രിസ്റ്റൽസ്, മൈക്രോ ഓർഗാനിസംസ്, ഇതിനെയൊക്കെ കണ്ടുപിടിക്കാനാണ് മൈക്രോസ്കോപ്പി ചെയ്യുന്നത്. അങ്ങനെ 3 മെത്തേഡ്സാണ് യൂറിൻ എക്സാമിനേഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫിസിക്കൽ മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ ആദ്യമായിട്ട് കളർ. അപ്പോൾ നോർമൽ യൂറിൻ്റെ കളർ എന്താണ്? ക്ലിയർ ആണ്, അല്ലേ? ക്ലിയർ യൂറിൻ ആയിരിക്കും. അത് കളറിനനുസരിച്ച് നമുക്ക് ചില അസുഖങ്ങൾ റൂൾ ഔട്ട് ചെയ്യാം. അതായത് ഹെമറ്റൂറിയ കണ്ടീഷൻ ആണെങ്കിൽ അത് റെഡ് കളേർഡ് യൂറിൻ ആയിരിക്കും, ബ്ലഡ് ഇൻ യൂറിൻ, അല്ലേ? അതുപോലെ ആൽകാപ്റ്റോനൂറിയ കണ്ടീഷനിൽ യൂറിൻ ബ്ലാക്ക് കളറായിരിക്കും. ആൽകാപ്റ്റോനൂറിയ എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റബോളിക് ഡിസോർഡറാണ്. അതുപോലെ ജോണ്ടിസ് കണ്ടീഷനാണെങ്കിൽ ഡീപ്പ് യെല്ലോ കളറായിരിക്കും. അപ്പോൾ റെഡ് കളേർഡ് യൂറിൻ ആണെങ്കിൽ അവിടെ ഹെമറ്റൂറിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹെമറ്റൂറിയ ആൻഡ് ഹീമോഗ്ലോബിനൂറിയ രണ്ടും 2 കണ്ടീഷൻസാണ്. ഒന്ന് ഹെമറ്റൂറിയ എന്ന് പറഞ്ഞാൽ ഹീം ഇൻ യൂറിൻ, റെഡ് RBC ഇൻ യൂറിൻ ആണ് ഹെമറ്റൂറിയ. ഹീമോഗ്ലോബിനൂറിയ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഇൻ യൂറിൻ, പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ യൂറിൻ, അതാണ് ഹീമോഗ്ലോബിനൂറിയ. അപ്പോൾ ഇത് റൂൾ ഔട്ട് ചെയ്യാൻ, അപ്പോൾ 2 കണ്ടീഷനിലും റെഡ് കളേർഡ് ആയിരിക്കും യൂറിൻ. അപ്പോൾ ഇത് റൂൾ ഔട്ട് ചെയ്യാൻ നമുക്ക് ഉള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ സെൻട്രിഫ്യൂഗേഷനാണ്. അതായത് അൺസെൻട്രിഫ്യൂജ്ഡ് യൂറിൻ ആണെങ്കിൽ ഹെമറ്റൂറിയയും ഹീമോഗ്ലോബിനൂറിയയും കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇത് സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെമറ്റൂറിയ RBC ഉള്ള യൂറിൻ ആണെങ്കിൽ എന്ത് ചെയ്യും? RBC താഴെ സെറ്റിൽ ചെയ്ത് ക്ലിയർ സൂപ്പർനാറ്റൻ്റ് ആയിരിക്കും. ഹീമോഗ്ലോബിനൂറിയ ആണെങ്കിൽ കളറ് അതേപോലെ തന്നെ
നിൽക്കും. അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് നോക്കിയാൽ മതി ഇത് ഹെമറ്റൂറിയ ആണോ ഹിമോഗ്ലോബിനൂറിയ ആണോ എന്ന് മനസ്സിലാവും. അതുപോലെ മിൽക്കി വൈറ്റ് കണ്ടീഷനുള്ള ഒരു യൂറിൻ പാല് പോലെയുള്ള കളറിലാണെങ്കിൽ അത് ഖൈലൂറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത്രയാണ് കളർ. അടുത്തത് ട്രാൻസ്പെറൻസിയാണ്. അത് ക്ലിയർ ആയിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും നോർമൽ യൂറിൻ. പിന്നെയോ ടേബിഡ് ആവാം. എങ്ങനെയാണ് ഈ ടേബിഡ് ആവുക? പല പ്രശ്നങ്ങൾ വരും അല്ലേ. ബാക്ടീരിയ ഉണ്ടാവാം, അല്ലെങ്കിൽ പസൽസ് ഉണ്ടാവാം, ബ്ലഡ് ഉണ്ടാവാം, ഫോസ്ഫേറ്റ്സ് ഉണ്ടാവാം. അതിൻ്റെ കോൺസെൻട്രേഷൻസ് കൂടുന്നതിനനുസരിച്ച് യൂറിൻ ടേബിഡ് ആയിരിക്കും. നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ദ കോൺസെൻട്രേറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ യൂറിൻ. കോൺസെൻട്രേറ്റ്സിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ യൂറിനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂറിനോമീറ്ററിന് 3 പോർഷൻസ് ഉണ്ട്. ഒന്ന് വെയിറ്റ്, ഒന്ന് ഫ്ലോട്ട് അല്ലെങ്കിൽ ബോഡി, ഒന്ന് സ്റ്റം പോർഷൻ. ഇതിൻ്റെ സ്റ്റം പോർഷനിലാണ് ഇതിൻ്റെ റീഡിങ്സ് എഴുതിയിട്ടുണ്ടാകും. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി റീഡിങ്സ് എഴുതിയിട്ടുണ്ടാകും സ്റ്റം പോർഷനിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതുപോലെ ഒരു മെഷറിംഗ് സിലിണ്ടർ എടുത്തതിന് ശേഷം യൂറിൻ സാമ്പിൾ ഇതിലേക്ക് ഒഴിക്കും. അതിൽ ഈ യൂറിനോമീറ്റർ ഒരു സ്വെർലിംഗ് മോഷനിൽ, ഒരു റൊട്ടേറ്ററി മോഷനിൽ ഇതിൻ്റെ സൈഡ് ടച്ച് ചെയ്യാതെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഫ്ലോട്ട് ഡ്യൂ ടു ബിയോൺസി. അപ്പോൾ ഇതങ്ങ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ സ്റ്റെം പോർഷനിൽ യൂറിൻ ഏത് ഭാഗത്താണോ ടച്ച് ചെയ്യുന്നത് ആ ഭാഗത്തെ അപ്പർ മെനിസ്കസിൻ്റെ ലെവലാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് മെഷർ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് തിയറിറ്റിക്കലി ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ചെയ്ത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എങ്കിലും ഒന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മെഷറിംഗ് സിലിണ്ടറിൽ യൂറിൻ എടുക്കും. ഇതിലേക്ക് യൂറിനോമീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതങ്ങ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അതിൻ്റെ ആ മെർക്കുറി ബൾബ് താഴെ വെയിറ്റ് ഉള്ളതുകൊണ്ട് താഴേക്ക് പോകും. ആ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് ഏത് പോർഷനായിരിക്കും? അതിൻ്റെ സ്റ്റെം പോർഷനായിരിക്കും. അപ്പോൾ ആ സ്റ്റെം പോർഷനിൽ റീഡിങ്സ് ഉണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി റീഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് റീഡിങ്ങിനോടാണോ ഈ യൂറിൻ ടച്ച് ചെയ്തത് ആ റീഡിംഗ് ആണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് യൂറിൻ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓർഡറാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ല്. അപ്പോൾ നമുക്കറിയാം ഫ്രഷ്ലി വോയിഡഡ് യൂറിൻ ആണെങ്കിൽ അതിന് ഒരു ആരോമാറ്റിക് ഓർഡർ ഉണ്ട് അല്ലേ. അത് കുറേ നേരം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വേറൊരു സ്മെല്ലായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇതെന്താണ് ഇങ്ങനെയാണ് ഈ സ്മെല്ല് വരുന്നതെന്ന് വെച്ചാൽ യൂറിനിൽ പ്രസൻ്റ് ആയിട്ടുള്ള യൂറിയ എന്ന് പറഞ്ഞിട്ടുള്ള ബയോകെമിക്കൽ പ്രൊഡക്റ്റ് അത് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക, യൂറിയ ടു അമോണിയ. ഈ അമോണിയയുടെ സ്മെല്ലാണ് നമ്മുടെ ആ ഒരു കുറേ സമയം യൂറിൻ നമുക്ക് ബാത്റൂമിലൊക്കെ പോയാൽ കിട്ടുന്ന ആ ഒരു ഫൗൾ സ്മെല്ലില്ലേ, യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക, അത് അമോണിയയുടെ സ്മെല്ലാണ്. അതായത് യൂറിനിൽ നോർമലി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ബയോകെമിക്കൽ പ്രൊഡക്റ്റാണ് യൂറിയ. ഇറ്റ് വിൽ കൺവേർട്ട് ടു അമോണിയ. എങ്ങനെയാണ് അമോണിയയായിട്ട് മാറുന്നത്? അത് യൂറിനിൽ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ ആക്ഷൻസിനെ കൊണ്ടാണ്. അങ്ങനെ ഈ അമോണിയയുടെ സ്മെല്ലാണ് നമുക്ക് ഇത് കുറേ സമയം വെച്ചിരുന്നാൽ നമുക്ക് സ്മെല്ല് ചെയ്യുന്നത്. ഇനി പല കണ്ടീഷൻസ് ഉണ്ട്, പല സ്മെല്ലുകൾ വരുന്നത് അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഫ്രൂട്ടി ഓർഡർ. അത് കീറ്റോനൂറിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസാണ്. അതായത് കീറ്റോൺ ബോഡീസ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവുക, അതാണ് കീറ്റോനൂറിയ. ഫ്രൂട്ടി ഓർഡർ ആയിരിക്കും ആ കണ്ടീഷൻ. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മൗസി ഓർഡർ, അത് ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. ഫിഷി ഓർഡർ ആണെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്, യൂറിനറി ട്രാക്റ്റിലുള്ള ഇൻഫെക്ഷൻസ് വഴി. അമോണിയാക്കൽ ഓർഡർ ആണെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വിത്ത് ഈക്കോളൈ അല്ലെങ്കിൽ സ്റ്റാൻഡിങ്. നേരത്തെ പറഞ്ഞതുപോലെ കുറേ സമയം വെച്ചിരുന്നാലും ഈ പറഞ്ഞ അമോണിയാക്കൽ സ്മെല്ല് വരും. ഫൗൾ സ്മെല്ലിംഗ് എന്ന് പറഞ്ഞാൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ ഒരു സജഷനാണ്. നെക്സ്റ്റ് pH ആണ്. pH എന്താണെന്ന് നമുക്കറിയാം അല്ലേ, നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയൺ കോൺസെൻട്രേഷൻ. അത് കെമിസ്ട്രിയിലുള്ള ഡെഫിനീഷനാണ് pH. അപ്പോൾ അസിഡിറ്റി ആൽക്കലിനിറ്റി അത് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് pH എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഒരു ഹെൽത്തി യൂറിൻ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അസിഡിക് ആണ്. പക്ഷേ ഈ അസിഡിറ്റി ആൻഡ് ആൽക്കലിനിറ്റി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് വാരി ചെയ്യും.
അതുകൊണ്ട് യൂറിൻ pH ഇറ്റ് വിൽ റേഞ്ച് ഫ്രം 4.5 to 8 എന്നാണ് പറയുക. പക്ഷേ എന്താണ്, സ്ലൈറ്റ്ലി ഒരു ഹെൽത്തി യൂറിൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് സ്ലൈറ്റ്ലി അസിഡിക് ആയിരിക്കും. സം ഫുഡ്സ് സച്ച് ആസ് സിട്രസ് ഫ്രൂട്ട്സ് ആൻഡ് ഡയറി പ്രൊഡക്ട്സ് ആൻഡ് മെഡിക്കേഷൻ സച്ച് ആസ് ആൻറ്റാസിഡ്സ് ക്യാൻ എഫക്റ്റ് ദ യൂറിൻ pH. അതുപോലെ പ്രോട്ടീൻ ഡയറ്റ് കൂടുതലാണെങ്കിൽ യൂറിൻ കൂടുതൽ അസിഡിക് ആവാനും, അതുപോലെ വെജിറ്റേറിയൻസിൽ യൂറിൻ കൂടുതൽ pH കൂടുതൽ ആൽക്കലൈൻ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് യൂറിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രാക്ടിക്കൽസൊക്കെ നമുക്ക് സ്കൂൾ തുറന്നതിന് ശേഷം നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. താങ്ക് യു.